കേരളത്തിന്റെ ശക്തമായ മുഖമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ. മന്ത്രി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയാണ്. മിനിസ്റ്ററെ, എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം കാണുന്നത്? അതിനോടൊപ്പം തന്നെ ഈ വലിയൊരു മുൻകൈയാണ് LDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് LDF നേടിയത്. അതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പര്യടനവും ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രി എപ്പോഴായിരിക്കും ഈ മണ്ഡലത്തിലെത്തുക? ഈ മന്ത്രി എന്നുള്ളൊരു അധിക ചുമതല കൂടിയുണ്ടല്ലോ. അപ്പോൾ മണ്ഡലത്തിൽ എപ്പോഴാണ് എത്തുക? ഈ പര്യടനം എന്ന് ആരംഭിക്കും? അവിടെ പറഞ്ഞ പോലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണുന്നത്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. കാരണം ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ എതിർക്കുമായിരുന്നു. എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും എതിർപ്പുകൾ വളരെ പരിമിതമായ മെമ്പർമാരുണ്ടായിട്ട് പോലും ഇടതുപക്ഷം അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കടമ നിർവഹിച്ചു. അപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമായിരുന്നു എന്നുള്ള ചിന്തയിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ അതെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ മുൻകൂട്ടി തന്നെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂർ തന്നെയാണ്. ആലത്തൂർ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ ആ മണ്ഡലത്തിലെ ചേലക്കര അസംബ്ലി മണ്ഡലത്തെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ചോദിച്ച പോലെ തന്നെ നമ്മുടെ മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ ചുമതല നിർവഹിക്കണം. അതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് കിട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ആ ചുമതല നല്ലപോലെ ഉണ്ട്. മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ 1-ാം തീയതി തൊട്ട് അവിടെ മണ്ഡലത്തിൽ സന്ദർശനം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വ് എന്നും നിലനിർത്തുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത്. മണ്ഡലത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആലത്തൂർ മണ്ഡലം പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അതായത് 7 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. ആ 7 അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ആ മണ്ഡലം വിധി എഴുതാൻ സാധ്യത ഏറെയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുള്ള മണ്ഡലമാണ്, ഒരു സംശയമില്ല. അതിനൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്രത്തിന് എതിരെ നിലനിൽക്കുന്ന ഒരു പ്രതിഷേധം, അത് കേരളത്തിന് നൽകുന്ന ആനുകൂല്യം വെട്ടിച്ചുരുക്കിയും വെട്ടിക്കുറച്ചുമൊക്കെ കേന്ദ്രം വലിയ രീതിയിലുള്ളൊരു അവഗണന അത് കേരളത്തിന് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമാണ്? ഏറ്റവും പ്രാധാന്യമുള്ള ഇതാണ്. നമ്മുടെ കേരളം എല്ലാ രംഗത്തും മോഡലാണ്. അത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും ഭരണം കിട്ടിയ സന്ദർഭത്തിൽ കൊണ്ടുവന്ന ഇടപെടലുമാണ്. അപ്പം അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ട് കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് എല്ലാ മേഖല എടുത്ത് വെച്ച്. പക്ഷേ അത് നമുക്ക് ശാപമായി തീരുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പല കാര്യത്തിലും നമ്മൾ മുന്നിലെത്തിയത് നമുക്ക് നമ്മുടെ ആ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ഇടപെടലാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാമൂഹ്യക്ഷേമ മേഖലയാണെങ്കിലും വികസന മേഖലയാണെങ്കിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തടയണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് കഴിയണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതികരണങ്ങൾ, സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനം അത് നിർത്തണമെന്നാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഷേധം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വിജയാശംസകൾ മന്ത്രി. ഇത് തന്നെയാണ് വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.